എൻ്റെ പൊന്നേ ഇപ്പം നല്ല മഴയാണല്ലേ. എനിക്കാണെന്നുണ്ടെങ്കിൽ എത്ര മഴ ഉണ്ടെന്നുണ്ടെങ്കിലും എനിക്ക് ആ ടൈമിൽ എണീക്കേണ്ട ടൈമിൽ എണീക്കട്ടെ. എല്ലാം എന്നുണ്ടെങ്കിൽ എനിക്ക് എന്തോ പോലൊക്കെ തോന്നട്ടെ. ഞാൻ എത്ര മഴയാണെന്നുണ്ടെങ്കിൽ എത്ര തണുപ്പാണെന്നുണ്ടെങ്കിൽ ഞാൻ എണീക്കുന്ന ടൈമിൽ ഞാൻ എണീക്കും. അഥവാ ഒന്ന് എണീക്കാൻ വൈകിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അന്ന് എൻ്റെ പണിയൊക്കെ കണക്കായിരിക്കട്ടെ. എനിക്ക് എൻ്റെ പണി ആ ടൈമിൽ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എന്തോ പോലൊക്കെ തോന്നട്ടെ. ഇവളാണെന്നുണ്ടെങ്കിൽ മദ്രസ ഇല്ലാന്നുണ്ടെങ്കിൽ തന്നെ എണീറ്റ് വരട്ടെ. മദ്രസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വിളിച്ച് വിളിച്ച് ഓണത്തി മടക്കേണ്ടി വരും. അത് പിന്നെ എല്ലാ കുട്ടികളുടെ അവസ്ഥ ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. മദ്രസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിളിച്ചുണർത്തേണ്ടി വരും. അഥവാ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കാത്തന്നെ എണീറ്റ് വരും ചെയ്യും. ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷിബി ടി കെ വ്ളോഗ്സ്. അപ്പോൾ അതെ നമ്മുടെ ഓത്തവും നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ അടുക്കളയിൽ എത്തിയിട്ട് പുറത്താണെന്നുണ്ടെങ്കിൽ നല്ലോണം മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇക്കാക്കുന്ന ആദ്യം തന്നെ 2 കോഴിമുട്ട അങ്ങോട്ടാണ് പുഴുങ്ങാന്ന് വെച്ചു. പിന്നെ അതെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ട് നൂൽപുട്ടാക്കിയാലോ എന്ന്. അപ്പോൾ അത് നൂൽപുട്ടിനുള്ള വെള്ളവും ഒരു ഇത്തിരി ഉപ്പിട്ടുകൊണ്ട് വെച്ചതാണ്. അതേ പത്തിരിക്ക് വാട്ടും പോലെ നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ കുറച്ചായിട്ട് അപ്പോൾ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇന്ന് ഏതായാലും കുറച്ച് ചോറൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ പിന്നെ നൂൽപുട്ടാക്കാന്ന് വെച്ചിട്ടോ. അപ്പോൾ നൂൽപുട്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കല്ലേ. ഞാൻ അങ്ങനത്തെ ദിവസങ്ങളിൽ നോക്കിയിട്ടൊക്കെയാണ് കേട്ടോ ഞാൻ നൂൽപുട്ടോ ചപ്പാത്തി പത്തിരിയൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ കുറച്ച് ചോറ് ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ പിന്നെ ചോറും കൂട്ടാനൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. അതേട്ടാ ഞാൻ ഇന്ന് പിടിച്ച പിന്നെ കുറച്ച് ടൈം പോയാലും കുഴപ്പമില്ലല്ലോ. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഇവിടെ തിരക്ക് പിടിച്ചിട്ടൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. മഴ ആയത് കാരണം സ്കൂൾ മദ്രസ ഒന്നും ഇല്ലല്ലോ. പിന്നെ ഈ ചീക്കുമ്മ കറിക്കുള്ളതാണ് വെച്ചിട്ടുള്ളത്. ഗ്രീൻ പീസും 2 പച്ചമുളകും അതുപോലെ തന്നെ ഒരു ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടി ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചുകൊണ്ട് അത് നോക്കറിൽ വിസിലടിപ്പിക്കാൻ വേണ്ടി വെച്ചതാണ്. അപ്പോൾ ഇത് നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് കാണുന്ന സ്പോട്ടിൽ തന്നെ ഒരു ലൈക്കും കൂടി കൊടുക്കണേ. അങ്ങനെ നൂൽപുട്ട് എല്ലാ പാത്രത്തിലും ആക്കി അതിന് ശേഷം അതിൻ്റെ അടിയിൽ വെക്കുന്ന ഒരു തട്ടുണ്ടല്ലേ, അത് ഞാൻ വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ആ സ്പോട്ടിൽ നിന്ന് അതിൽക്ക് തന്നെ നേരിട്ട് അങ്ങോട്ട് ആക്കി കൊടുത്തതാണ്. അങ്ങനെ എല്ലാ തട്ടിലും നൂൽപുട്ടൊക്കെ റെഡിയാക്കി മൂടി വെക്കട്ടെ. അതിൻ്റെ ഇടയിലൂടെ നമ്മുടെ ഫിനിമോളാണെന്നുണ്ടെങ്കിൽ ഇന്ന് നേരത്തെ തന്നെ എണീറ്റ് വന്നിട്ടുണ്ട്. മദ്രസ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൾ നേരത്തെ എണീറ്റ് വരും. മദ്രസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിളിച്ചോണ്ട് മടുത്തോണ്ടിരിക്കേണ്ടി വരും കേട്ടോ. എന്നാലും ഫിനിമോളെ കൊണ്ട് കുഴപ്പമില്ല. അവൾ പെട്ടെന്ന് എണീക്കും. നമ്മളെ ഷിബിലിമോനെ ഉണ്ട് എടുത്ത് പൊന്തിക്കാനുള്ള പണി. അവന് പറ്റുന്നൊന്ന് പൊന്തണമെന്നുണ്ടെങ്കിൽ ഞാൻ ഫാനൊക്കെ ഓഫ് ആക്കണം കേട്ടോ. എന്നിട്ട് അവനെ എണീക്കുള്ളൂ. അങ്ങനത്തെ നമ്മൾ ഫസ്റ്റത്തെ റൗണ്ട് പെട്ടെന്ന് തന്നെ ആയി. എനിക്ക് ഈ ഉണ്ടാക്കൽ ഭയങ്കര റിസ്ക് ഉള്ള പണി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് ഞാൻ ഉണ്ടാക്കിയതൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നത്. പിന്നെ ഈ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ പത്തിരി ആയാലും പിന്നെ നൂൽപുട്ടായാലും ഇങ്ങനെ ചാമ്പി എടുക്കാറുള്ളത്. അപ്പോൾ ഇവിടെയും പേർക്കും താഴെ അടുക്കളയിലും പേർക്കും നമ്മുടെ പുറത്ത് അടുക്കളയിൽ അവിടെയും പേർക്കും 3 വേണം കേട്ടോ ക്ലീൻ ആക്കുക. എനിക്കിത് ഭയങ്കര ഒരു ദേഷ്യമുള്ളൊരു പരിപാടിയാണ്. പിന്നെ എന്താ ചെയ്യുക, നമുക്ക് താഴെ അടുക്കള നമ്മുടെ മെയിൻ അടുക്കളയിൽ അവിടെ സൗകര്യമില്ലല്ലോ. പിന്നെ എന്താ ചെയ്യുക, ഇങ്ങനെ ചെയ്യല്ലാതെ. അപ്പോഴേക്ക് ഇത് 2ാമത്തെ റൗണ്ടും ഫില്ലായിട്ട്. അപ്പോൾ ഞാൻ ഇനി ഏതായാലും പൊടിയില്ല. അപ്പോൾ ഞാൻ ഉള്ളത് കൊണ്ട് എല്ലാ സ്ഥലത്തൊന്നും ഒപ്പിക്കാണ് കേട്ടോ. അത് എടുക്കാനായിരിക്കും റിസ്ക്. പിന്നെ ഞാനൊരു സാസറിൽ ഒന്നിൽക്കും കൂടി ഇടാനുള്ള പിന്നെ മാവുണ്ടായിരുന്നു. അത് ഈ സാസറിലും കൂടി ഒന്ന് റൗണ്ടാക്കി എടുക്കുകയാണ്. ഇങ്ങനെയൊക്കെ തട്ടിമുട്ടി 2 റൗണ്ടിലാണ്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാമല്ലോ. പിന്നെ അതിനായിട്ട് ഗ്യാസ് കത്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നോക്കേണ്ടത് ഗ്യാസ് എങ്ങനെയൊക്കെ ലാഭിക്കാൻ നോക്കുന്നത് അങ്ങനെയല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അതേതായാലും അതിലാണ്ട് ഒപ്പിച്ച് വെക്കാമെന്ന് വിചാരിച്ചോ. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ റൗണ്ട് എടുത്തതിന് ശേഷം ഞാൻ ഗ്യാസ് ഓഫ് ആക്കിയിരുന്നു കേട്ടോ. അപ്പോൾ 2ാമത്തെ റൗണ്ട് ഇട്ടതിന് ശേഷം വീണ്ടും ഗ്യാസ് ഓൺ ആക്കണേ. പിന്നെ എൻ്റെ പൊന്നെ ഇവൾ എണീറ്റിരുന്നുണ്ടെങ്കിൽ ഇവൾ എൻ്റെ കൂടെ ഉണ്ടാവട്ടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒപ്പിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഇവൾക്ക് കൊടുത്തൊരു പണിയാണ് കേട്ടോ ഇത്. പിന്നെ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നെ എനിക്ക് ഇവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതിയല്ലോ. ആ സ്പോട്ടിൽ അവിടെ ക്ലീൻ ആക്കില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് പണി കിട്ടും. ഇത് കണ്ടില്ല, നിങ്ങളൊരു ചാക്കിൽ പച്ചരി ഇരിക്കുകയാണ് കേട്ടത്. ഇത് ഞാൻ കുറേ ദിവസമായി പച്ചരി കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പഠിപ്പിക്കണമെന്ന് വിചാരിക്കുന്നു. അത് കഴുകാനാണെന്നുണ്ടെങ്കിൽ വെയിലില്ലല്ലോ. അപ്പോൾ പിന്നെ അത് അവിടെ തന്നെ വെച്ചാൽ പിന്നെ അത് കയറ്റി വെക്കാനുള്ളത് റേക്കിൻ്റെ മുകൾക്കാണ്. അപ്പോൾ പിന്നെ അത് അവിടെ ഇരിക്കട്ടെ എന്ന് വെച്ചു. പിന്നെ ഒന്ന് പുറത്തിറങ്ങി നോക്കിയിട്ട് ഫിനിമോൾ ഇങ്ങനെ പറയാം തോട്ടിൽ നല്ലോണം വെള്ളമുണ്ട്. വരും ഉമ്മച്ചി ഒന്നിറങ്ങി ഉമ്മച്ചി നല്ല തണുപ്പുണ്ടെന്നൊക്കെ കേട്ടോ പറയണത്. അപ്പോൾ ഞാനൊന്ന് വന്ന് നോക്കാൻ ഏതായാലും മുറ്റം അടിച്ചു വരാനും ഉണ്ടായിരുന്നു. റോഡ് കണ്ടില്ല നിങ്ങൾ, വെള്ളം നല്ലോണം ഒഴുകി പോകാനുണ്ട്. അപ്പോൾ മഴ ഒന്ന് നിന്നതായിരുന്നു. അപ്പോൾ എടുത്ത പേടിയാണിത്. മഴ പെയ്യുമ്പോഴാണ് നല്ലോണം വെള്ളം. എനിക്കിപ്പോഴാണെന്നുണ്ടെങ്കിൽ ഈ റോഡ് കാണുമ്പോൾ ഭയങ്കര പേടിയായിട്ട് കണ്ടില്ല നിങ്ങൾ ഇറ്റി കെട്ടി നിൽക്കുന്നു. എനിക്ക് ഇതിങ്ങനെ ആയി കഴിഞ്ഞതിന് ശേഷം ഇറങ്ങാൻ ഭയങ്കര ഒരു പേടിയും കൂടിയാണ്. പിന്നെ മുറ്റടിച്ച് വരാന്ന് വെച്ച് നോക്കിയപ്പോഴാണെന്നുണ്ടെങ്കിൽ കച്ചറകളൊന്നും ഇല്ല കേട്ടോ. എന്നാലും ഉള്ളത് അവിടെ ഇവിടെയൊക്കെ ഓരോരോ ഇലകളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് തോണ്ടിയെടുക്കാമെന്ന് വെച്ചു. പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും നമ്മുടെ ചെടിത്തടത്തിൻ്റെ തിണ്ടല്ലേ ഇവിടെ. പിന്നെ ഞാനിപ്പോൾ തുടക്കാറില്ല കേട്ടോ. ഇവിടെ ഞാനിപ്പോൾ ഇങ്ങനെ ചൂലുകൊണ്ട് ഇങ്ങനെ അടിച്ചെടുക്കും. വെള്ളം ഏതായാലും ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ പിന്നെ ചൂലുകൊണ്ട് ഇങ്ങനെ ക്ലീൻ ആക്കാറാണ്. എത്ര മുറ്റത്ത് കച്ചറകൾ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉള്ളതൊന്ന് തോണ്ടിയെടുക്കും. അതിനൊരു വൃത്തി വേറെയാണ് അല്ലേ. മുറ്റം വൃത്തിയായി കിടന്നാൽ തന്നെ വീടും ഭംഗിയായി മനസ്സും വൃത്തിയായി അല്ലേ. പിന്നെ മുറ്റത്തെ പണികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും 2ാമത്തെ റൗണ്ട് നല്ലോണം റെഡി ആയിട്ടുണ്ട്.
ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാണ്. അപ്പോഴേക്കും ഫിനിമോൾ ഇങ്ങനെ ചോദിക്കായിരുന്നു കേട്ടോ, എനിക്ക് വേണം വെച്ച് നൂൽപൊട്ട് എന്ന് പറയുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അവൾക്കുള്ളത് 2 എന്നാലും ചൂടാറാൻ വേണ്ടി വെച്ചതാണ്. എൻ്റെ പൊന്നെ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ സ്കൂളും ഇല്ല, മഴ പെയ്തതോട് കൂടെ വിശപ്പും കൂടിയിട്ട് എന്തെങ്കിലും ഒന്ന് തിന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ വിട്ട് ഹിമ്മച്ചി എന്താണുള്ളത് ഉമ്മച്ചി എന്താണെന്നുള്ള ഒരേ ഒരു ചോദ്യമായിട്ട് നമ്മളെ ഫിനിമോൾക്ക്. അത് കേൾക്കാൻ കാത്തിരിക്കായിട്ട് നമ്മുടെ ഷിബിലിമോന്. അവൾ ചോദിച്ചു കഴിഞ്ഞാൽ അവൾക്കും കൂടി അത് ലാഭം കൂടിയല്ലേ. അപ്പോൾ പിന്നെ 2 കൂടി വരും കേട്ടോ, ഉമ്മച്ചി എന്താണുള്ളത് ചോദിച്ചു. അപ്പോൾ പിന്നെ ഞാൻ എന്താണുള്ളത് വെച്ചാൽ എടുത്ത് കൊടുക്കും, കുട്ടികളല്ലേ. അങ്ങനെ ഫിനിമോൾക്കുള്ളത് ആദ്യം തന്നെ റെഡിയാക്കി കൊടുക്കാണ്ട്. നമ്മുടെ വീഡിയോയിൽ ചില സമയത്ത് മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട്. അപ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ പിന്നെ വോയിസിൻ്റെ ക്ലാരിറ്റി കുറയുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. നമ്മൾ മൈക്ക് ഉപയോഗിച്ചിട്ടല്ല വോയിസ് ഇടുന്നത്. അങ്ങനെ അവൾക്കുള്ളത് അങ്ങോട്ട് കൊടുത്ത് ഞാൻ പിന്നെ ഒരു ഗ്ലാസ് എണീറ്റിട്ടുണ്ടെങ്കിൽ വെള്ളമാണ് കുടിക്കുക. ആദ്യം നമ്മുടെ വണ്ടി എത്രത്തോളം ഉന്തുന്നതോ അത്രത്തോളം പോട്ടെ. നമ്മുടെ വണ്ടി നമുക്ക് പണിയൊക്കെ കഴിഞ്ഞ് ചായ കുടിച്ചാട്ടെ നമുക്കൊരു സമാധാനം വരുന്നത്. ഞങ്ങൾ ചായ കുടിക്കുന്ന സമയം എന്ന് പറയുന്നത് 11 മണിക്കാണ് കേട്ടോ. അപ്പോഴേക്ക് എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞത് ഷിബിലിമോനെ അപ്പോഴാണ് എണീറ്റത്. അപ്പോൾ ഞാനേതായാലും അവന് എണീക്കട്ടെ എന്ന് വെച്ച് അങ്ങനെ ഇരുന്നതായിരുന്നു. പിന്നെ ഫിനിമോൾ കുളിച്ചിട്ടില്ല കേട്ടോ. അവൾ പിന്നെ ഷിബിലിമോൻ്റെ കൂടെ എണെന്ന് പറഞ്ഞു കേട്ടോ. അവൾക്ക് ഇന്ന് അവൻ്റെ കൂടെ എന്തൊക്കെയോ അവർ 2 പേരും കൂടി ഒപ്പിച്ച് വെച്ചതായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ പണി കഴിഞ്ഞ് ആ സ്പോട്ടിൽ കുളിക്കട്ടെ. എനിക്ക് പിന്നെ താമസിച്ച് നിൽക്കുള്ള ആ ഒരു ഇത് എനിക്കില്ല കേട്ടോ. പിന്നെ അത് ഇന്ന് ചോറൊന്നും വെക്കണ്ടല്ലോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് പണികളൊക്കെ കഴിഞ്ഞും ചെയ്തിരുന്നു. അങ്ങനത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി. പിന്നെ പാത്രങ്ങൾ കുറച്ചുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് റെഡിയാക്കി. എത്ര അടുക്കള ക്ലീൻ ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പാത്രം കഴുകി വെച്ചിരുന്നത് വീണ്ടും അടുക്കളയിലേക്ക് വരുമ്പോൾ പാത്രങ്ങൾ നിറഞ്ഞിട്ടുണ്ടാവില്ല. അത് വീണ്ടും നമ്മൾ കഴുകി വെക്കണം, ക്ലീൻ ആക്കണം. ഇതൊക്കെ തന്നെ നമ്മുടെ പെണ്ണുങ്ങൾക്ക് നമുക്ക് നേരം വളർത്താനുള്ള പണികളല്ലേ. അങ്ങനത്തെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചക്കത്തെ സീനായിട്ട് കാണുന്നത്. അപ്പോഴേക്ക് ഇക്കാക്ക് ഒരു ബിരിയാണി പിന്നെ ഒരു പണി ഉണ്ടായിരുന്നു. അപ്പോൾ ഇക്ക വന്നപ്പോൾ കുറച്ച് ബിരിയാണി കൊണ്ടുവന്നു. അങ്ങനെ ഇത് എൻ്റെ ബാക്കിയുള്ള ബാലൻസുള്ള ചോറുണ്ടല്ലോ അത് പിന്നെ അവിടെ അങ്ങനെ ബാക്കിയായി. അപ്പോൾ ഉച്ചക്കത്തെ ലഞ്ച് അങ്ങനെ ഉണ്ട് ഉഷാറായിട്ട്. അപ്പോൾ ഇക്കാക്കൊന്നും പണിയില്ലായിരുന്നു, പെട്ടെന്ന് വിളിച്ചപ്പോൾ പോവേണ്ടി വന്നു. പിന്നെ അത് മദ്രസയിൽ സ്കൂളിലൊക്കെ എക്സാം ആണല്ലോ വരുന്നത്. അപ്പോൾ ഞാൻ ഇവരോട് ആദ്യം പറഞ്ഞിരുന്നു ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം മദ്രസത്തെ സ്കൂളത്തെ എക്സാമിൽ ഏതെങ്കിലും ഒന്ന് പഠിച്ച് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഷിബിലിമോന് പിന്നെ ചോറ് തിന്ന് സ്പോട്ടിൽ തന്നെ പഠിക്കാൻ നിന്നു. ഫിനിമോൾക്ക് പിന്നെ ഞാൻ കൂടെ നിൽക്കണമല്ലോ. അപ്പോൾ പിന്നെ അവളങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും എൻ്റെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അവളെ പഠിപ്പിക്കാമെന്ന് വെച്ചു. ഇവന് പിന്നെ പെട്ടെന്ന് തന്നെ അതൊക്കെ തീർക്കാണ്ട്. അവനക്ക് ദഫിൻ്റെ പ്രാക്ടീസും കൂടി ഉള്ളതാണ്. അപ്പോൾ പിന്നെ അവന് പെട്ടെന്ന് തന്നെ അതൊക്കെ ചെയ്ത് തീർക്കാണ്. പിന്നെ അത് എൻ്റെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫിനിമോളിനെയും പഠിപ്പിക്കുകയാണേ. ഇപ്പോൾ പിന്നെ മദ്രസ സ്കൂളൊക്കെ മഴ ആയത് കാരണം ലീവ് ആയതുകൊണ്ട് പിന്നെ എക്സാമൊക്കെയാണ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ പഠിക്കാനുള്ള ടൈമൊക്കെ ഉണ്ടല്ലേ. പഠിക്കുന്ന കുട്ടികൾക്ക് പഠിക്കാം അല്ലേ. അപ്പോൾ നല്ല മഴയാണല്ലേ. ഓരോരോ സ്ഥലത്ത് ഉരുൾപൊട്ടലും എന്തൊക്കെയാണ് നടക്കുന്നത്. എല്ലാവരെയും അള്ളാഹു കാക്കട്ടെ. പിന്നെ വൈകുന്നേരത്തെ ചായക്ക് നല്ല കട്ടൻ ചായയും അതുപോലെ തന്നെ കേക്കും കൂടി ആയിരുന്നു. പിന്നെ വൈകുന്നേരത്തെ സീനായിട്ട് കാണുന്നു. മഴ നല്ലോണം പെയ്യുന്നുണ്ട്. അപ്പോൾ കാക്കകൾ കണ്ടില്ലേ, ഇവിടെ എപ്പോഴായാലും കാണേണ്ട കാക്കകൾ ഇങ്ങനെ വന്നിരിക്കണം. മഴ പെയ്യുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ ഷീറ്റ് ഇട്ടതുകൊണ്ട് പിന്നെ മഴ അവർക്കും തന്നെ കൊള്ളൂലല്ലോ. അപ്പോൾ എപ്പോഴും ഇവരിങ്ങനെ ഇവിടെ ഒരു വന്നിരിക്കുന്ന സ്ഥലം കൂടിയാണ്. പിന്നെ രാത്രിയൊക്കെ കൊണ്ടുവന്ന ബിരിയാണി തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ രാത്രിക്ക് പിന്നെ അത് മതിയെന്ന് വെച്ചു. അപ്പോൾ നല്ല മഴയും അതുപോലെ തന്നെ ചൂട് കട്ടൻ ചായയും പിന്നെ ബിരിയാണിയും അങ്ങോട്ടാണ് ഉഷാറായിപ്പോന്ന്. എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ പണിയും കുറഞ്ഞു കിട്ടിയിട്ട് ഞാൻ ഉള്ള വെറും ചോറൊക്കെ മതിയെന്ന് വെച്ചതായിരുന്നു. നമ്മൾ ട്രോഫികളൊക്കെ ഇങ്ങോട്ട് മാറ്റിയതുകൊണ്ട് ഇപ്പം നനയൊന്നുമില്ല കേട്ടോ. മറ്റേത് നമ്മൾ മറ്റേ സൈഡിലുള്ള ഗേറ്റിൻ്റെ അടുത്തല്ലേ വെച്ചിരുന്നു. അപ്പോൾ അവിടെ നനയൊന്നുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാൻ അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.